ജീവിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ അങ്ങനെ പേടിച്ചിട്ട് നമ്മൾ അവരെ വിമർശിച്ചത് കൊണ്ട് ഞാൻ പുറകോട്ട് പോകണം എന്നുള്ളൊരു ചിന്താഗതി എനിക്ക് വന്നാൽ അതെനിക്ക് തന്നെ എന്റെ മനസാക്ഷിക്ക് തന്നെ ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമായി തോന്നില്ല. ബോബി ചെമ്മണ്ണൂർ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി ഫോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ സൈബർ സ്പേസിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് ഹണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന മട്ടിൽ. അത് കണ്ടിട്ട് കാണിക്കുന്നത് തോന്നി? ഒന്നും തോന്നാനില്ല, ഞാൻ കണ്ടിട്ടില്ല. സാർ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അഡ്രസ് ചെയ്യുന്ന ഒരു വിഷയം തീർത്ത്. അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുംഭമേളയിലെ വൈറൽ താരം നമ്മുടെ മൊണാലിസ ബോച്ചയുടെ ഒരു ഉദ്ഘാടനത്തിന് പോയത് സംബന്ധമായിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹണി റോസിന്റെ ഒരു പ്രതികരണം എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോ ബോബി ചെമ്മണ്ണൂരിനെ നമുക്കറിയാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചർച്ചാ വിഷയമാകുന്ന ഒരു ആള് തന്നെയാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ. എന്തെങ്കിലുമൊക്കെ കാണിച്ച് നമ്മുടെ ബോച്ചയെ വാർത്തകളിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞിട്ടേ ഉള്ളു വേറെ ആരും. കാരണം അണ്ണാൻ കുഞ്ഞിനെ മരം കയറ്റം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇപ്പൊ നമ്മുടെ ബോച്ചയെ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈറൽ താരം മൊണാലിസയെ നമ്മുടെ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നതുമായിട്ട് സംബന്ധിച്ചാണ് ബോച്ച ഇപ്പൊ വൈറലായിരിക്കുന്നത്. മൊണാലിസ ആരാണെന്ന് അറിയാത്തവരാരും ഇല്ല, എല്ലാവർക്കും അറിയാലോ. നമ്മുടെ മഹാകുംഭമേളയില് മാലയും ഇതൊക്കെ വിറ്റ് നടന്നിരുന്ന മാലയും സുറുമയൊക്കെ വിറ്റ് നടന്നിരുന്ന ഒരു വൈറൽ താരം, ഒരു പെൺകുട്ടി, ഒരു പൂച്ചക്കണ്ണൊക്കെയുള്ള ഒരു ചാരക്കണ്ണൊക്കെയുള്ള ഒരു പെൺകുട്ടി. അത് ഭയങ്കര വൈറലായിരുന്നു മൊത്തം കാര്യം. അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരു ബ്ലോഗറിന്റെ ശ്രദ്ധയിൽ ഈ പെൺകുട്ടി പെടുകയും ആ പെൺകുട്ടിയായിട്ട് ഒരു ചെറിയൊരു സംഭാഷണം അത് വൈറലാകുകയും അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. പിന്നെ അത് എല്ലാ ആരാധകരും ഏറ്റെടുത്ത് ഭയങ്കര ഒരു വൈറൽ താരമാകുകയായിരുന്നു. പിന്നെ ആ പെൺകുട്ടിക്ക് അവിടെ കച്ചവടം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി. കാരണം എല്ലാരും ആ പെൺകുട്ടിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടക്കാൻ തുടങ്ങി. പിന്നെ അതിന്റെ അച്ഛനും അമ്മയും എല്ലാം കൂടെ നാട്ടിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ടാണ് ഈ മൊണാലിസ വൈറലായത്. ഇപ്പോൾ ഇന്ത്യ മുഴുവൻ മൊണാലിസയ്ക്ക് ആരാധകരാണ്. കാലങ്ങളായി സിനിമയിൽ അഭിനയിക്കുന്ന നടിമാർക്ക് പോലും കിട്ടാത്ത പ്രശസ്തിയാണ് ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ഈ മൊണാലിസ കൈവരിച്ചത്. ഈ അവസരമാണ് കൃത്യമായിട്ടും ബോച്ചയെ മുതലാക്കിയത്. ബോച്ച കയറി മൊണാലിസയെ അങ്ങ് പൊക്കി. അപ്പോ കോഴിക്കോട് പുതിയതായിട്ട് ആരംഭിക്കുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൊണാലിസയെ ബോച്ച കൊണ്ടുവരികയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇൻഡോറിലുള്ള മൊണാലിസ കോഴിക്കോട്ടേക്ക് എത്തി. അതും പ്രണയദിനമായ ഫെബ്രുവരി 14. മൊണാലിസയുടെ ആദ്യത്തെ വിമാനയാത്രയായിരുന്നു ഇത്. ശരിക്കും പറഞ്ഞ മൊണാലിസ എന്ന് വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് മൊണാലിസ കോഴിക്കോട് ഉദ്ഘാടനത്തിന് വന്ന ആ ഒരു കാര്യങ്ങളൊക്കെയാണ്. കംപ്ലീറ്റ് ആ പെൺകുട്ടിയുടെ ഫോട്ടോസും വീഡിയോസും മാത്രമാണുള്ളത്. ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ബോബി ചെമ്മണ്ണൂർ എന്ന ബ്രാൻഡ് ഇന്ത്യ മൊത്തം അറിയപ്പെട്ടു എന്നുള്ളതാണ്. എന്തൊക്കെ തെണ്ടിത്തരം കാണിച്ചാലും ബോച്ചയുടെ ബിസിനസ് മൈൻഡിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. കറക്റ്റ് സമയത്ത് തന്നെ ആള് കയറി കളിച്ചു എന്നുള്ളതാണ്. അതിന്റെ ഇടയിൽ കൂടെയാണ് വേറെ കളി നടന്നത്. അതിന് പിന്നിൽ വേറെ ആരുമല്ല, നമ്മുടെ മനോരമ ന്യൂസ് ചാനൽ തന്നെയാണ്. വീണ്ടും ബോബി ചെമ്മണ്ണൂർ വാർത്തകളിൽ നിറയുന്നു എന്ന് കണ്ടപ്പോൾ നമ്മുടെ മനോരമ ന്യൂസ് എന്താക്കി, ഹണി റോസിനെ പിടിച്ചങ്ങോട്ട് ഒരു ഇന്റർവ്യൂ ചെയ്തു. ആ ടൈമിംഗ് ഒന്ന് നോക്കിക്കോണേ. അപ്പൊ നമ്മുടെ ജോണിയാണ് ഇന്റർവ്യൂ ചെയ്തത്. ബോച്ച ഉദ്ഘാടനത്തിന് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നതിനെ കുറിച്ച് ഹണി റോസിനോട് ചോദിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് കണ്ടു നോക്കാം. ചെമ്മണ്ണൂർ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി ഫോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ സൈബർ സ്പേസിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് ഹണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന മട്ടിൽ. അത് കണ്ടിട്ട് കാണിക്കുന്നത് തോന്നി? ഒന്നും തോന്നാനില്ല, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് വിശ്വാസമാവുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കത്തില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. ഈ ഹണി റോസ് ഇപ്പൊ പറയുന്നത് വെറും കള്ളത്തരമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാര്യം ഞാൻ അത് കണ്ടിട്ടേ ഇല്ലെന്ന്. ഇപ്പൊ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുറന്നാൽ അത് മാത്രമേ ഉള്ളൂ, എന്നിട്ടാണ് കാണാത്തത്. ശരിക്കും പറഞ്ഞാൽ ഹണി റോസ് ഉണ്ടെങ്കിലേ ആൾക്കാർക്ക് കൂടാൻ പറ്റത്തുള്ളൂന്നുണ്ടോ? ഹണി റോസ് വരുന്നതിന് മുമ്പും ഉദ്ഘാടനത്തിന് ആൾക്കാരൊക്കെ കൂടിയ ചരിത്രമൊക്കെ ഉണ്ട്. ആൾക്കാർക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് കിട്ടിയാൽ മതിയല്ലോ. ഇനി കുറെ നാള് മൊണാലിസയുടെ പുറകിലായിരിക്കും ആൾക്കാർ മൊത്തം. ഇപ്പൊ കുറച്ചു നാൾക്ക് മുന്നേ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പാട്ടുപാടി ഒരു റാണു മണ്ഡൽ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ, ലതാ മങ്കേഷ്കറിന്റെ വോയിസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ആരോ എടുത്ത് വീഡിയോ പോസ്റ്റ് ചെയ്തു ഇതുപോലെ. എന്നിട്ട് ലാസ്റ്റ് അവരെ പിടിച്ച് വളർത്തി പൊക്കി 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 വലിയൊരു ലെവലിലേക്ക് കൊണ്ടുപോയി. ലാസ്റ്റ് അവരുടെ അഹങ്കാരവും കുറെ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ലാസ്റ്റ് അവര് കുത്തനെ ഇടിഞ്ഞ് താഴെ വീണു. ഈ സോഷ്യൽ മീഡിയക്ക് ഒരു കുഴപ്പമുണ്ട്, ഒരാളെ പെട്ടെന്ന് കയറ്റി ഉയർത്താനും പറ്റും, അതുപോലെ തന്നെ താഴത്തോട്ട് എറിയാനും പറ്റും. ഇതാണ് സോഷ്യൽ മീഡിയ. ശരിക്കും പറഞ്ഞാൽ അതുപോലെ ഇനി മൊണാലിസയും ആകുമെന്നാണ് തോന്നുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറലായി ഇവർക്ക് അഹങ്കാരവും കൂടി. അതുപോലെ തന്നെ ഈ പെൺകുട്ടിക്ക് അഹങ്കാരം കൂടാതിരുന്നാൽ മതി. ചെറിയ രീതിയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ചില സീൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാക്കും. കാര്യം ആരാധകര് ഇഷ്ടം കൊണ്ടാണ് അടുത്തേക്ക് ചെല്ലുന്നത്. പക്ഷെ അവരുടെ മുഖം ഒരു ദേഷ്യമുള്ള ഒരു രീതിയിലൊക്കെ പോകുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു ഇത്. ഞാൻ ഈ കുംഭമേളയുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു. ആരോ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നപ്പോ ഇവള് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അവരെ ഇങ്ങനെ ഫോൺ ഇങ്ങനെ തട്ടി മാറ്റുന്നത് ഭയങ്കര ഷൗട്ട് ചെയ്ത് ആ ഒരു ഇത് കണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നി ഇതിങ്ങനെ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇവരും അവരുടെ ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും ബാക്കി കൂടെ കേട്ടു നോക്കാം.
സാർ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയം തീർത്തും വ്യത്യസ്തമാണ്. നമ്മുടെ വിഷയം വൃത്തിയോട് പറഞ്ഞതും മോശമായി, ഭയങ്കര മോശമായി ഡബിൾ മീനിങ് കോമഡീസ് പറയുന്നതിനും ഒക്കെയാണ് നമ്മൾ ഫോക്കസ്ഡ് ആണ്. ആ ഒരു കാര്യത്തിലാണ് നമ്മൾ. അല്ല, ഒരു വ്യക്തി വൈരാഗ്യമല്ല ഇവിടെ വിഷയം. എനിക്കൊരു വ്യക്തിയോടും ഒരു വൈരാഗ്യവും ഇല്ല, എനിക്കൊരു വ്യക്തിയെ അറിയത്തുമില്ല. അതാണ് അതിന്റെ റിയാലിറ്റി. അപ്പൊ വ്യക്തി വൈരാഗ്യം എന്നുള്ളതല്ല അവിടെ കിടക്കുന്നത്. ആ പ്രവൃത്തിയിലാണ് എന്റെ പ്രശ്നം കിടക്കുന്നത്. ആ പ്രവൃത്തിയാണ് ആവർത്തിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത്. ബാക്കി ഈ പറയുന്നത് പോലെ ബാക്കിയെല്ലാം അതൊരു അവരുടെ ജീവിതം, അവരുടെ ബിസിനസ്, അവരുടെ കാര്യങ്ങൾ, അതൊക്കെ അവർക്ക് ഡിസിഷൻ. അവർക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിലൊന്നും ഞാൻ ഏത് രീതിയിൽ അതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക്. ആരെ വേണമെങ്കിലും കൊണ്ടുവന്നോട്ടെ, എങ്ങനെ വേണമെങ്കിലും ബിസിനസ് നടത്തിക്കോട്ടെ, അതൊന്നും നമുക്ക് വിഷയമല്ല എന്ന നിലപാടാണ് നമ്മുടെ ഹണി റോസിന്. ഇപ്പൊ ബോച്ചെ മൊണാലിസയെ കൊണ്ടുവന്ന് പിന്നെ ഇനാഗുറേഷൻ നടത്തിയത് കൊണ്ട് ഹണി റോസിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. ഹണി റോസിന്റെ വായിൽ നിന്ന് വല്ലതും വീണ് കിട്ടിയാലോ എന്ന് വിചാരിച്ചാണ് പുള്ളിക്കാരനെ ഇത് ചോദിച്ചത്. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ? പക്ഷെ ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഈ ഹണി റോസിന്റെ ഈ ഒരു ഇന്റർവ്യൂ കണ്ട് വേറൊരാളും കൂടെ തലപൊക്കി വന്നിട്ടുണ്ട്. ആരാണെന്നല്ലേ? നമ്മുടെ രാഹുൽ ഈശ്വർ. ആ ഒരു ഇന്റർവ്യൂവില് ഹണി ആരുടെയും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ല. പക്ഷേ ഇന്റർവ്യൂവില് ഹണി റോസ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് കേട്ടപ്പോ പുള്ളിക്കാരൻ വിചാരിച്ചു ഇത് എന്നെ കുറിച്ചാണ്, എന്നെ കുറിച്ച് മാത്രമാണ്, എന്നെ കുറിച്ച് തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുലേട്ടൻ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ രാഹുലിന്റെ ആ വീഡിയോ കാണുന്നതിന് മുമ്പ് ആ ഹണി റോസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയണ്ടേ? അതൊന്ന് കണ്ടുനോക്കാം. ഹണി ശക്തമായ നിലപാടെടുത്തതും കേസ് കൊടുത്തതും ഈ സൈബറിടത്തെ ലൈംഗിക പരാമർശങ്ങൾക്കെതിരെയായിരുന്നു. പക്ഷെ അതിനുശേഷമുള്ള ചർച്ചകൾ പലതും ഈ വസ്ത്രധാരണത്തെക്കുറിച്ചായി പോയി. വസ്ത്രം അങ്ങനെ ധരിക്കാവോ എന്നുള്ളത് അത് മനഃപൂർവ്വം വഴിതിരിച്ചു വിട്ടതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ പറയില്ലേ, പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്ന് കേൾക്കുമെന്നുള്ള രീതിയിൽ. അത് കേൾക്കുന്നതല്ല, അത് അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നതാണ്. നമ്മൾ പറയുന്നത് സൈബർ ഇടങ്ങളിൽ നമ്മൾ ഏറ്റവും മോശമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൈമിനെതിരെയാണ് നമ്മൾ സംസാരിച്ചേക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പരാതിപ്പെട്ടേക്കുന്നത്. പക്ഷേ അത് വളരെ മനോഹരമായിട്ട് ഒരു വസ്ത്രത്തിന്റെ പേരിൽ, വസ്ത്രം മോശമായതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നതെന്നുള്ള രീതിയിൽ ചെറുതായിട്ട് ഡൈവേർട്ട് ചെയ്ത് വളരെ മനോഹരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ കേട്ടില്ലേ, അവസാനം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. സോഷ്യൽ മീഡിയയിൽ ലൈംഗികാതിക്രമങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ അതിനെ വളരെ മനോഹരമായി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അത് വസ്ത്രം മോശമായതിന്റെ പ്രശ്നമാണെന്നൊക്കെ കാണിച്ച് പ്രശ്നമാണെന്ന രീതിയിലേക്കാക്കിയത് ഹണി പറയുന്നുണ്ടല്ലോ. ഇവിടെ വളരെ മനോഹരമായി മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് തന്നെ മാത്രം ഉദ്ദേശിച്ച് രാഹുൽ ഈശ്വർ പറയുന്നത്. അതിന് കാരണമായിട്ട് നമ്മുടെ രാഹുൽ ഈശ്വർ എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ വളരെ മനോഹരമായി സംസാരിച്ച് ഹണി റോസിന്റെ പരാതി മാനിപ്പുലേറ്റ് ചെയ്ത് സമൂഹത്തിൽ ഹണി റോസിനെതിരെ അവമതിപ്പും മറ്റും ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. രണ്ടു തവണ മനോഹരമായി വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാൻ മനോഹരമായി സംസാരിക്കുന്നു ഹണി റോസ് അംഗീകരിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് ഇയാള് മനോഹരമായി സംസാരിച്ചതെന്ന് ഹണി എവിടെയും പറയുന്നില്ലല്ലോ. വെറുതെ അങ്ങോട്ട് സ്വയം പൊങ്ങുക, എന്നെ തള്ളാൻ വേറൊരു തന്നെയുടെ സഹായം ആവശ്യമില്ലെന്നും പറഞ്ഞു. അതിന് ഞാൻ തന്നെ ധാരാളം. ആ ഒരു ലൈനാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. ഒരു കാര്യമുണ്ട്, നമ്മുടെ രാഹുൽ ഈശ്വറിനെ മനോഹരമായി തർക്കിക്കാനും മനോഹരമായി സംസാരിക്കാനും ഒക്കെ അറിയാം. അത് വേറെ കാര്യം. ഹണി റോസ് എന്തായാലും രാഹുൽ ഈശ്വറിന്റെ പേരൊന്നും അവിടെ പരാമർശിച്ചിട്ടില്ല. പക്ഷെ എന്നിട്ടും പുള്ളിക്കാരൻ വിചാരിക്കുന്നത് ഇത് എന്നെ തന്നെയാണെന്നാണ്. അതും പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്നത് വളരെ ഓവർ അല്ലേ? കുറച്ച് ഓവർ. ബാക്കി കണ്ടുപോകാം. ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ചുള്ള വിമർശനങ്ങൾ ബോധപൂർവം ഞാൻ വഴിമാറ്റി ബോച്ചയ്ക്ക് സപ്പോർട്ടായി മാറ്റുകയും പൊതുസമൂഹത്തിനെ മാറ്റുകയും ഒക്കെ ചെയ്തു എന്നാണ് ഹണി റോസ് പറഞ്ഞത്. ഹണി റോസ് ഇതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഇത് രാഹുൽ ഈശ്വർ മനോഹരമായി സംസാരിക്കുന്നുണ്ടൊന്നും അല്ല. ഞാനൊരു സാധാരണക്കാരനാണ്. പക്ഷെ ഞാൻ പറയുന്ന കാര്യത്തിന്റെ സത്യം ജനങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഹണി റോസ് ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ മാത്രം എടുത്തു നോക്കിയാൽ ഇതിന്റെ താഴെ വരുന്ന കമന്റുകളിൽ 99% ഹണി റോസിന് എതിരാണ്. കമന്റ് ബോക്സിലെ കാറ്റ് വീശുന്നത് എങ്ങോട്ടാണെന്ന് നോക്കി ഒരു കാര്യത്തെ വിലയിരുത്തുന്നതൊക്കെ ഒരു കോമഡി ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരു കാര്യത്തിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മാത്രം ശരിയായിക്കൊള്ളണമെന്നില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ധാരണയുണ്ട്, നല്ല രീതിയിൽ കുറെ അങ്ങോട്ട് സംസാരിക്കുക എന്നുള്ളത്. ആ സംസാരിച്ചു കഴിഞ്ഞാൽ അവരാണ് അടിപൊളി, അവർക്കാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നതെന്ന് വിചാരിച്ച് എല്ലാവരും അവരുടെ പുറകെ പോകും. ഈ രാഷ്ട്രീയക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ? നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞത് എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കിയും കൂടെ കണ്ടുപോകാം. യഥാർത്ഥത്തിൽ ഹണി റോസിനോട് യോജിപ്പുള്ള ഒരു കാര്യവും വിയോജിപ്പുള്ള രണ്ട് കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ആദ്യം യോജിപ്പുള്ള കാര്യം, ഹണി റോസ് അല്ല ഏത് പെൺകുട്ടിയാണെങ്കിലും ഒരു കാരണവശാലും അവൾ ഒരു തരത്തിലും സൈബർ ബുള്ളിയിങ്ങിന് വിധേയയാക്കരുത്. അതിന് 100% പിന്തുണയുണ്ട്. ആരും ഒരു വ്യക്തിയെയും മോശമായി സംസാരിക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളെ ഒരു കാരണവശാലും മോശമായി സംസാരിക്കരുത്. സൈബർ ബുള്ളിയിങ് പാടില്ല. എല്ലാവരും യോജിക്കുന്നു. എന്നാൽ ഹണി റോസ് മറന്നുകൂടാത്ത കാര്യം, ഹണി റോസിന്റെ കൂടെ മുഖ്യമന്ത്രിയുണ്ട്, ഹണി റോസിന്റെ കൂടെ വനിതാ കമ്മീഷനുണ്ട്, യുവജന കമ്മീഷനുണ്ട്, 99% മാധ്യമങ്ങളുണ്ട്. എന്നാൽ രാഹുൽ ഈശ്വർ അടക്കം ചില ആൾക്കാർ പറയുന്ന അഭിപ്രായങ്ങൾക്കാണ് കേരളീയ സമൂഹത്തിന്റെ 90% പിന്തുണ നൽകുന്നത്. എന്തുകൊണ്ടാണ്?
ഹണി റോസ് ആലോചിച്ചിട്ടുണ്ടോ? അതായത് കേരളത്തിന്റെ സർവശക്തനായ മുഖ്യമന്ത്രി 99% മാധ്യമങ്ങൾ, ഹണി റോസ് മുമ്പ് വലിയ പോരാട്ടത്തിലാണെന്നാണ് പറയുന്നത്, 99% മാധ്യമങ്ങൾ, വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ, ഈ നാട്ടിലെ എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റും ഹണി റോസിന്റെ കൂടെ നിന്നിട്ടും രാഹുൽ ഈശ്വർ അടക്കമുള്ള വിരൽ എണ്ണാവുന്ന ആൾക്കാർ എതിർത്ത് ഈ ഹണി റോസിന്റെ നിലപാടിനെ സംസാരിച്ചപ്പോൾ കേരളീയ സമൂഹത്തിന്റെ 90% ഞങ്ങൾക്കൊപ്പം നിന്നത് ഞങ്ങൾ പറയുന്ന സത്യമാണെന്നുകൊണ്ടാണ്, മര്യാദയാണെന്നുള്ളതുകൊണ്ടാണ്, സഭ്യതയാണെന്നുള്ളത് കൊണ്ടാണ്, സംസ്കാരമാണെന്നുള്ളത് കൊണ്ടാണ്. കോപ്പാണ് സംസ്കാരം, സഭ്യത, ഒലക്കയുടെ മൂട്. ആൾക്കാർക്ക് ഇതൊക്കെ പണ്ടേതുള്ള സ്വഭാവമാണ്. ഏതെങ്കിലും ഒരു നടിമാരി ഇറുകിയ വസ്ത്രമൊക്കെ ധരിച്ചു വന്നാൽ അതിനെതിരെ കമന്റ് ഇടുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല, പണ്ടുകാലം മുതൽക്കേ ഉള്ള ഒരു പരിപാടി. ഈ പരിപാടി നന്നായിട്ട് കുറഞ്ഞു വന്നതാണ്. പക്ഷെ ഹണി റോസിന് അങ്ങനെയുള്ള ആ ഒരു രീതിയിലുള്ള ഉദ്ഘാടനം കാര്യങ്ങളും വന്നപ്പോൾ അത് വീണ്ടും കൂടി. എന്നാൽ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ആ പഴയ ട്രെൻഡ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്ത്രധാരണത്തിലൊന്നും കയറി ഇടപെടേണ്ട കാര്യം നമുക്ക് ആർക്കുമില്ല. വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവരവരുടെ ഇഷ്ടമാണ്, അത് അവരവര് തന്നെ നോക്കിക്കോളും. പിന്നെ കാണുന്നവരുടെ കുഴപ്പമില്ല, എന്ത് ചെയ്യാനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോ ഇന്നല്ല, ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ആരെങ്കിലും വന്നാലും അയ്യേ എന്ന് തന്നെ പറയും. അത് സ്വാഭാവികമാണ്, മനുഷ്യന്റെ ഒരു ഇതാണ്. പക്ഷെ നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ, പുറം രാജ്യങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കണം, അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല ആർക്കും. എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.